ഇത്തവണത്തെ ഓണക്കാലം ഓരോ മലയാളിക്കും വേറിട്ട അനുഭവമായിരിക്കും. വലിയ ആഘോഷങ്ങളും ആരവങ്ങളും ആർപ്പുവിളിയും ഇല്ലാതെ തികച്ചും ഓൺലൈനായി ആഘോഷിക്കുന്ന ഒരു ഓണക്കാലം. ഇത്തവണ ഓണക്കാലത്തെ പ്രധാന ഐറ്റങ്ങളിൽ ഒന്നാണ് മാസ്കും സാനിറ്റൈസറും. സാമൂഹിക അകലത്തോടുകൂടി ഇവയെ കൂടെ തന്നെ ചേർത്ത് പിടിച്ചാവണം ഇത്തവണത്തെ നമ്മുടെ ഓണാഘോഷം. സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ ഓരോ ചുവടുവയ്പും. അതിനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൊതുസ്ഥലങ്ങളിലുള്ള ഓണാഘോഷം ഒഴിവാക്കണം. ഓഫീസുകളിലെ പൂക്കളങ്ങളും പൊതുസ്ഥലങ്ങളിലെ കൂട്ടം കൂടിയുള്ള സദ്യയും ഇക്കുറി വേണ്ട. ഓണസദ്യയുടെ പേരിലുള്ള ആൾക്കൂട്ടം ഒരു കാരണവശാലും അനുവദിക്കില്ല. ഓണവിപണിയുടെ തിരക്ക് ശക്തമാകുമെന്നതിനാൽ താൽക്കാലികമായ പൊതു കച്ചവട കേന്ദ്രങ്ങളും ചെറിയ ഓണച്ചന്തകളും തയ്യാറാക്കാനും നിർദ്ദേശമുണ്ട്. ഇവിടെ സാമൂഹിക അകലവും ഉറപ്പാക്കണം. ഇതിന് പരിശീലനം ലഭിച്ചവരുടെ സേവനം വേണമെങ്കിൽ ഉപയോഗപ്പെടുത്തണം. പായസം, മത്സ്യം, മാംസം എന്നിവ വിൽക്കുന്ന സ്ഥാപനങ്ങൾ ആരോഗ്യ സുരക്ഷാ പ്രോട്ടോകോൾ നിർബന്ധമായും പാലിച്ചിരിക്കണം. മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും തുണിക്കടകളും ഉൾപ്പെടെ വ്യാപാരശാലകൾക്കെല്ലാം രാവിലെ 7 മുതൽ രാത്രി 9 മണി വരെ പ്രവർത്തിക്കാം. പ്രദർശനങ്ങൾ, മേളകൾ എന്നിവയ്ക്ക് വിലക്കുണ്ട്. കടകളുടെ വലിപ്പമനുസരിച്ച് ഒരേ സമയം അകത്ത് പ്രവേശിപ്പിക്കാവുന്നവരുടെ പരമാവധി എണ്ണം കൃത്യമായി പുറത്ത് രേഖപ്പെടുത്തിയിരിക്കണം. ശേഷിക്കുന്നവർ പുറത്ത് സാമൂഹിക അകലം പാലിച്ച് ക്യൂവിൽ നിൽക്കണം. ഇതിനായുള്ള പ്രത്യേക ഇടങ്ങളും വ്യാപാരികൾ തന്നെ അടയാളപ്പെടുത്തി നൽകുകയും വേണം. ഉപഭോക്താവിന് കടയ്ക്കുള്ളിൽ ചെലവഴിക്കാവുന്ന പരമാവധി സമയവും നിശ്ചയിക്കണം. സാമൂഹിക അകലവും സാനിറ്റൈസറും ഉറപ്പാക്കുകയും വേണം. ഹോട്ടലുകളിൽ മുറി അനുവദിക്കുമ്പോഴും താമസക്കാർ മുറി ഒഴിഞ്ഞ ശേഷവും അണുനശീകരണം ഉറപ്പാക്കണം. ഇവിടങ്ങളിലെ ജീവനക്കാർ നിശ്ചിത ഇടവേളയിൽ കോവിഡ് പരിശോധന നടത്തിയിരിക്കണം. ബാങ്ക്, ഇൻഷുറൻസ് കേന്ദ്രം ഉൾപ്പെടെയുള്ള സേവന സ്ഥാപനങ്ങൾ 50% ജീവനക്കാരുമായി പ്രവർത്തിക്കാം. സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവർക്കും ജീവനക്കാർക്കും മാസ്ക് നിർബന്ധമാണ്. എല്ലായിടത്തും സാനിറ്റൈസറും ഉറപ്പാക്കണം. ബന്ധുവീടുകളിലേക്കുള്ള ഓണക്കാല യാത്രകളും പരമാവധി ഒഴിവാക്കണം. എവിടെ പോയാലും തിരിച്ച് വീട്ടിലെത്തിയാലുടൻ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം. തട്ടുകടകളും റെസ്റ്റോറന്റുകളും ഉൾപ്പെടെ ഭക്ഷണശാലകൾക്ക് സാമൂഹിക അകലം ഉറപ്പാക്കി രാത്രി 9 മണി വരെ പ്രവർത്തിക്കാം. എന്നാൽ ഓണസദ്യയ്ക്കായുള്ള ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കിയിരിക്കണം. ഓണസദ്യ പരമാവധി വീട്ടുകാർക്കൊപ്പം ഇരുന്ന് തന്നെ ആഘോഷിക്കുക. മിക്ക ഹോട്ടലുകളും കടകളും ഹോം ഡെലിവറിക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ പച്ചക്കറികൾ ഉൾപ്പെടെ എടുത്തു വെക്കുകയും തയ്യാറാക്കുമ്പോൾ പോയി കൊണ്ടുവരികയും ചെയ്യുന്ന രീതിയുമുണ്ട്. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സാമൂഹിക അകലം പാലിക്കണം. സെപ്റ്റംബർ 2 വരെ രാവിലെ 6 മുതൽ രാത്രി 10 മണി വരെ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് പൊതുഗതാഗതം അനുവദിക്കാമെന്നാണ് സർക്കാർ നിർദ്ദേശം. യാത്രക്കാരുടെ ആവശ്യാനുസരണം പ്രധാന ഡിപ്പോകളിൽ നിന്ന് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് KSRTCയുടെ ദീർഘദൂര സർവീസുകളുമുണ്ട്. ഒരു ജില്ലയിൽ നിന്ന് തൊട്ടടുത്ത ജില്ലയിലേക്ക് എന്നത് മാറി എല്ലാ ജില്ലകളിലേക്കും ഇനി സർവീസ് ഉണ്ടാകും. മാസ്ക് ധരിക്കാനും സാനിറ്റൈസർ ഉപയോഗിക്കാനും മറക്കരുത്. ഓണവിപണിയിലെത്തുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാര പരിശോധനകൾക്കൊപ്പം ബേക്കറി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ യൂണിറ്റുകൾ, പാൽ, ഐസ്ക്രീം യൂണിറ്റുകൾ, വെളിച്ചെണ്ണ നിർമ്മാണ പാക്കിംഗ് യൂണിറ്റുകൾ തുടങ്ങിയ എല്ലാ ഭക്ഷ്യനിർമ്മാണ കേന്ദ്രങ്ങളിലും സ്ക്വാഡ് പരിശോധന നടത്തും. ഭക്ഷ്യവസ്തുക്കളുടെ മായം സംബന്ധിച്ച് പൊതുജനങ്ങളുടെ പരാതി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നമ്പറായ 1804251125 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കാവുന്നതാണ്. ഓണക്കാലത്ത് മദ്യവിൽപ്പനശാലകളുടെ പ്രവർത്തന സമയം രാവിലെ 9 മുതൽ രാത്രി 7 മണി വരെയായി നീട്ടിയിട്ടുണ്ട്. വിൽപ്പനശാലകളിൽ സാനിറ്റൈസറും മാസ്കും സാമൂഹിക അകലവും നിർബന്ധമാണ്. ബൾക്ക് ആപ്പ് വഴി ഒരിക്കൽ ബുക്ക് ചെയ്താൽ 3 ദിവസം കഴിഞ്ഞ് മാത്രം അടുത്ത ബുക്കിംഗ് എന്ന വ്യവസ്ഥയും ഇതോടെ ഒഴിവാക്കി. ബുക്ക് ചെയ്താൽ അപ്പോൾ തന്നെ മദ്യം വാങ്ങാവുന്നതാണ്. ഉപഭോക്താക്കൾക്ക് ഇഷ്ടമുള്ള മദ്യ ഔട്ട്ലെറ്റ് തിരഞ്ഞെടുക്കുന്ന രീതിയിലും ആപ്പ് പരിഷ്കരിച്ചിട്ടുണ്ട്. ഓണക്കാലം കഴിഞ്ഞാലും ഈ രീതി തുടരുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. സുരക്ഷിതത്വം നിലനിർത്തുന്നതിനാവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് ഓണവിപണി സജീവമാക്കി നിലനിർത്തുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഓണത്തെ തുടർന്ന് കേരളത്തിന് പുറത്തു നിന്ന് ഒട്ടേറെ പേർ എത്തുന്നുണ്ട്. ഇവർക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കാനും ടെസ്റ്റുകൾ നടത്താനും ആരോഗ്യ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അകലം പാലിച്ച് ഹൃദയം ചേർത്ത് പിടിച്ച് ആഘോഷിക്കാം ഇനിയുള്ള ഓരോ ഓണനാളുകളും. ദുരിതങ്ങളെയും വേദനകളെയും അതിജീവിക്കാനുള്ള കരുത്തിലാണ് ഇക്കുറി ഓണം. മഹാമാരിക്കും ദുരിതങ്ങൾക്കുമിടയിൽ നിന്നുകൊണ്ടുള്ള ഈ ഓണദിനങ്ങളെ കരുതലോടെയും സുരക്ഷയോടെയും നമുക്ക് വരവേൽക്കാം. ഓർക്കുക, ചുറ്റിലുമുള്ള ആരിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് കോവിഡ് പകരാം. ഈ ഓണം സോപ്പിട്ട്, മാസ്ക് ഇട്ട്, ഗ്യാപ്പിട്ട് എന്ന സർക്കാരിന്റെ ആരോഗ്യ സന്ദേശം ആരും മറക്കാതിരിക്കുക.